അപ്പോൾ ഗായ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് അമ്മാമ്മയ്ക്ക് പെൻഷൻ എടുക്കുന്നുണ്ട്. പെൻഷൻ അമ്മാമ പെൻഷൻ ബൈ വാങ്ങാൻ ഗോയിങ് അറ്റ് നമ്മളുടെ ആരിനെ എടുക്കും. അപ്പം അതിനും പെൻഷൻ വാങ്ങാൻ വേണ്ടി പോകുന്ന വഴിക്ക് അമ്മാമ്മയ്ക്ക് ഗുളികയും കൂടെ വാങ്ങും. പിന്നെ ഷോപ്പിംഗ് പിന്നെ ടാബ്ലറ്റ് ഷോപ്പിംഗ് ഉണ്ട്. പിന്നെ വേറെ ഇതിലുണ്ട് ഒന്നുമില്ല. പിന്നെ ഈ അമ്മാമേരെ കുട തിരിച്ചു കൊടുക്കണം. പിന്നെ എന്താ എവിടെ നോക്കിയത് തരിക അതൊരുത്ത് മാറ്റിയില്ല. ആ മണൽ ഇന്നലെ താണ്ട് ആ വഴിയാണ് വന്നത്. ചേച്ചിക്ക് ഇതിലേ കൊണ്ടുവരാൻ പറ്റില്ലെന്നാണ്. അവസാനം അച്ഛൻ പോയി അങ്ങനെ കയറ്റാൻ പറ്റുമോ നോക്കി കയറ്റി കൊണ്ടുവന്നപ്പോഴത്തേക്കും ചേച്ചി കയറ്റാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ വണ്ടി അടിച്ച് വന്നപ്പോഴത്തേക്കും കയറ്റാൻ പറ്റിയെന്ന് പോലും. പിന്നെ അവസാനം കയറ്റാൻ പറ്റി. ഇവിടെ അവിടെ തേരി ഇറക്കത്തിൽ ഇങ്ങനെ കയറ്റി വരുമ്പോൾ തന്നെ ഇവിടെ ഇത്രയേ ഉള്ളൂ. അത് കയറാനാണ് പാട്. പക്ഷേ ഇവിടെ നമ്മളെ വീട്ടിൽ നിന്ന് ഈ വഴിയെ താഴോട്ട് ഇറങ്ങാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അതെങ്ങനെയെങ്കിലൊക്കെ പതുക്കെ ബ്രേക്ക് പിടിച്ച് ഇറക്കണം, അല്ലെങ്കിൽ വീഴും. അവിടെ അതേപോലെ തന്നെ അവിടെ നിന്ന് ഇങ്ങനെ പോയിട്ട് ആ ഇറങ്ങുമ്പോഴും അവിടെ അങ്ങനെ തന്നെ ബ്രേക്ക് പിടിച്ച് തന്നെ പോണത്, അല്ലെങ്കിൽ നമ്മൾ വീഴില്ലേ. ഇങ്ങനത്തെ ഒരു സമ്പ്രദായം ഇവിടെ അല്ലെങ്കിലും ബ്രേക്ക് പിടിച്ചിടണം. അതുകൊണ്ട് ഇവിടെയൊക്കെ വരുന്നത് എന്നാൽ ചിലപ്പോൾ വണ്ടികളൊക്കെ വരണം. ഇവിടെയൊക്കെ റോഡ് വരുമ്പോൾ തന്നെ അതുകൊണ്ട് ഇവിടെയൊക്കെ ഹോണൊക്കെ അടിച്ച് വരണം. ഇവിടെ വീടിൻ്റെ അടുത്ത് ഇങ്ങനെ റോഡ് വരുമ്പോൾ ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും. നമ്മൾ ഇപ്പോഴത്തെ നൗ ആഫ്റ്റർ പറഞ്ഞ് നമുക്ക് ഇടാൻ കേട്ടോ. ഇത് ആഫ്റ്റർ അല്ലേ ആഫ്റ്റർ എന്ന് പറയുമ്പം പുതിയതായിട്ട് റോഡ് നിർമ്മിച്ചിട്ടായിരുന്നത്. അല്ലാത്തതിന് എന്തെന്നോ പറയല്ല, അത് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. എന്തിനാണെന്ന് അറിയത്തില്ല. ആഫ്റ്റർ എന്ന് അതിൻ്റെ വിപരീതമായിട്ട് എന്തൊരു പറയുക, വേറൊരു ഓപ്പോസിറ്റ് വേർഡായിട്ട്. അത് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ ഗൈസ്. അപ്പം ഈ വീഡിയോ പഠിക്കലേക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മൾ ഇറങ്ങാൻ വേണ്ടി പോകുന്നതേ ഉള്ളൂ. ഒരു പട്ടി അവിടെ കയറി കിടക്കണം. നമുക്ക് പട്ടിയുണ്ട് കണ്ട ചില കയറി കിടപ്പുണ്ട്. ഒട്ടിച്ചു കിട്ട് അവിടെ കയറി കിടപ്പുണ്ട്. പക്ഷേ കേട്ട കിടക്കണേ അവിടെ കിടക്കട്ടെ. അല്ല, നമുക്കൊന്നും ഉപദ്രവമില്ല. ഞാൻ വെറുതെ തിരിഞ്ഞുള്ളൂ. ശരിയായിട്ടില്ല. എന്താണ് ചേച്ചി തന്ന വാച്ചാണ് കേട്ടത്. ഇതുകൊണ്ട് മറ്റേതുമുണ്ട്. 2 ഉണ്ട് എനിക്ക്. ചേച്ചിക്കും 2 ഉണ്ട്. അത് ഇപ്പം നീ ഓർഡർ ചെയ്തിരിക്കുന്നത്. അപ്പം ആ ചേച്ചിക്ക് 2 പുതിയതാവും, എനിക്ക് ഈ പഴയത് 2 ആവും. അല്ല, പഴയതല്ല, ഒരെണ്ണം പുതിയതാണ്. ഇത് ഞാൻ പുതുക്കി പണിഞ്ഞതാണ് ഗെസ്. മറ്റേതിൻ്റെ ലെതർ പൊട്ടിപ്പോയി. അങ്ങനെ പുതിയ ലെതർ മാറ്റി റബ്ബറാക്കി. അധികം അങ്ങനെ പൊട്ടാറില്ല. ഇതാണ് സൂപ്പർ. അപ്പം നമ്മൾ ഇപ്പോൾ കുറച്ച് ഇറങ്ങുമ്പോൾ അമ്മമാരത് സംസാരിച്ചുകൊണ്ടിരിക്കണം. നമ്മൾ ഇറങ്ങും കുറച്ച് കഴിയുമ്പോൾ ഇറങ്ങും. അമ്മാമ്മ ഒരു 10 മണിയാകുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങുമെന്ന് പറഞ്ഞ്, ഫാസ്റ്റിൽ എല്ലാവരെയും കയറി അങ്ങ് വരുമെന്ന് പറഞ്ഞ്. പുറത്തിയിൽ കാര്യം എന്തെങ്കിലും ആയില്ലേന്ന് തരും. പുറത്തി എന്തിനായാലും തരും. വേണമെങ്കിൽ നമ്മൾ അമ്മാമ്മേരെ വീട്ടിലും പോകും നോക്കിയോ. അല്ലെങ്കിൽ ചിലപ്പം നേരെ ഇങ്ങോട്ട് തന്നെ പോകും. അമ്മാമ്മ വിളിക്കണമെങ്കിൽ നേരെ അങ്ങ് പോകും, അല്ലെങ്കിൽ ഇങ്ങോട്ട് വരും. അവിടെ മാങ്ങേരെ ഇതൊക്കെ ഇലയൊക്കെ കാച്ചിരിക്കുന്നത് നോക്കിയേ. അയ്യോ, ആറ്റുകാൽ പൊങ്കാലയുടെ മറ്റേ തീ കത്തിയ സംഭവം പറയണത്.
ഇന്ന് ഇതുവരെ മാറിയില്ല എന്താ വേറൊരു ക്യാമറ സെറ്റ് ചെയ്യണം കേട്ടോ. വെച്ച് കാരണം എന്ന് വെച്ചാൽ ഇതിന് ക്വാളിറ്റി ഇല്ല, ഒന്നും നല്ല ക്വാളിറ്റി ആയിട്ട് കാണാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് എന്നെ തോന്നുന്നില്ലേ? ഒന്നും കാണാൻ പറ്റുന്നില്ല, അതിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ട്. അങ്ങനെയുണ്ട്, അത് നോക്കണം കേട്ടോ. അത് പൂ നോക്കിയാണ്, പൂവിൻ്റെ കളർ വരെ ചെറുതായിട്ടൊക്കെ മാറൊക്കെ ഉണ്ട്, നോക്കണം കേസ്. എന്തൊരു പറ്റിയിട്ടുണ്ട് കേട്ടോ. അത് എന്തിനാണെന്ന് വെള്ള കളറിലൊക്കെ എന്തൊരു ഇരിക്കുന്നുണ്ട്. നോക്കിയിട്ട് എന്തിനാണെന്തോ നമ്മള് ഇറങ്ങാൻ വേണ്ടി പോയി. ഇപ്പം ഇറങ്ങണില്ലേ? നമ്മൾ ഇറങ്ങാൻ വേണ്ടി പോയി. ഈ കളറുണ്ട്, അത് മറ്റേ കളർ പേപ്പറൊക്കെ ഉണ്ടാക്കാൻ കൊള്ളാം, നല്ല ഇതാണ് കേട്ടോ ചെടി. ഇതൊക്കെ കളർ പേപ്പർ ഉണ്ടാക്കാൻ കൊള്ളാം, സൂപ്പറാണ്. കണ്ടോ, അതൊക്കെ കളർ പേപ്പർ ഉണ്ടാക്കാൻ പറ്റിയ പുറത്തുനിന്ന് നല്ലതായില്ലല്ലേ അമ്മ? പുറത്തുനിന്നായില്ലേ? ഇനി പുറത്തേക്ക് പതുക്കെ വരും. ഉണ്ട് ഇത് തന്നെ നമുക്ക് പിടിച്ചെടുക്കണം. ഇവിടെയൊക്കെ ഉണ്ട്, എൻ്റെ ഇടയിലൊക്കെ അന്ന് വെറുതെ ഐറ്റങ്ങൾ ഞാൻ ഓടിച്ചെടുത്തു വന്നു. വെറുതെ ഐറ്റങ്ങൾ പോലെ ഇവിടെ പാതി വരെ വന്ന് എടുത്തുകൊണ്ട് ഞാൻ വെച്ച് ഇവിടെ നിൽക്കുന്നത് കിട്ടും. ഒരെണ്ണം ഇവിടെ അങ്ങനെ ഞാൻ ഓടിച്ചെടുത്തു. അത് തന്നെ ഓടിച്ചെടുക്കണം. അത് തന്നെ അവർ വരുമെന്ന് വിചാരിച്ച് നമ്മൾ ഓടിച്ചെടുത്തു, പക്ഷെ അവർ വന്നില്ല. ഓടിച്ചോണ്ട് പോകുമെന്ന് പറഞ്ഞ് ഓടിച്ചെന്നു ഓടിച്ചെടുത്ത് ഇവിടെ കൊണ്ടുവച്ചു. വന്നില്ല എനിക്ക് അവിടെ വരെ വന്നിട്ട് തിരിച്ചു. ഇറങ്ങാം. ഇപ്പം എത്ര മണിയായെന്ന് അറിയത്തില്ല, നമുക്ക് ഇറങ്ങിയിട്ട് എടുക്കാം കേട്ടോ. ഇത് കുറച്ച് ഗായ്സ് അങ്ങനെ ഇറങ്ങുകയാണ്. നമ്മൾ ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ അമ്മാവൻ വരും. അതിന് പിന്നെ നമ്മൾ കണ്ട അവിടെ എത്തണം. കണ്ടോ, ഇവിടെ ഇറങ്ങുകയാണ്. വേണ്ട അമ്മയെ ഇറങ്ങിയിട്ടുണ്ട് സാധനങ്ങളൊക്കെ ആയിട്ട്. അമ്മ വരെ കുടയും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇറങ്ങിയിട്ടെടുക്കാം. പട്ടി ഇപ്പോഴും അവിടെ തന്നെ കിടക്കും. ഇറങ്ങിയിട്ട് ദിവസം പിന്നെ എടുക്കാം. 29/3/2026 ഞായറാഴ്ചയാണ് അവസാനം വെച്ചതിന് തീയതി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് മുന്നേ ഇത് കൊടുക്കണം. ഇത് കറണ്ടിൻ്റെ ചാർജ് കൊടുക്കണം. വില 1300 രൂപയാണ്. 1300 ഇത്രയാണ് അതിൻ്റെ വില എന്ന് പറയുന്നത്. എന്നും അങ്ങനെ തന്നെ 1400 അല്ലെങ്കിൽ 1300 ആയിരിക്കും, 1500 ആയിരിക്കും. മാറി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. 1000 കൂടുതലായിരിക്കും ഇവിടെ ചാർജ് ചെയ്യുന്നത്. അപ്പം നമ്മൾ അധികം ഇത് ചെയ്യുന്നുണ്ട്, യൂട്യൂബിൻ്റെയും പിന്നെ അല്ലാതെ TV യൂസ് ചെയ്യുന്നുണ്ട്. അല്ലാതെ രാത്രി കുറേ നേരം യൂസ് ചെയ്യുന്നുണ്ട്. 11 മണി 12 വരെ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ രാവിലെ TV യൂസ് ചെയ്യുന്നുണ്ട്, രാത്രി യൂസ് ചെയ്യുന്നുണ്ട്. മോട്ടറിൻ്റെയും അതിൻ്റെ എല്ലാത്തിൻ്റെയും യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അമ്മ ഇറങ്ങിയിട്ടുണ്ട്. ഇതിലേ ഇറങ്ങാം അല്ലേ? ഇറങ്ങിയിട്ടുണ്ട്. അത് മാറ്റിയില്ല കേട്ടോ, അത് സംഭവം പണി നടക്കുന്നുണ്ട് കേട്ടോ. ഇല്ലെങ്കിൽ ഇവിടെ ഇറങ്ങാം. ചേര കേസ് അതല്ലേ ഞാൻ നോക്കണത്. എന്തൊരു ശബ്ദം വലുതായിട്ട്. അതാണ് ഞാൻ അമ്മയുടെ അങ്ങോട്ട് നോക്കിയാൽ പറഞ്ഞു ചേര പോണു. എല്ലാവരും സൂക്ഷിക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി. ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി പോകണം പറഞ്ഞു. അവിടെയൊക്കെ നോക്കണേ. പുതിയൊരു ഇത് പ്രസിൻ്റെ
വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. സുബ്രഹ്മണ്യ ക്ഷേത്രം. ഇത് വേറെ ഏതോ ശ്രീ മഹാകീടം. നമ്മളങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നാഗര പൂജ ഇവിടെ പരിപാടിയുണ്ട് കേട്ടോ, ചിലപ്പോൾ കാണും. ദിവസം വേണമെങ്കിൽ ഒരു ദിവസം വന്ന് നോക്കാം. ഇതാണ് ആശുപത്രി, ഹോമിയോ ആശുപത്രി. ഒരു ചായ കുടിക്കണം. നമുക്ക് അവിടെ ചെന്നിട്ട് നമുക്ക് ചായ കുടിക്കാം. വെയിറ്റ് ചെയ്യും, വണ്ടി വരട്ടെ ഗൈസ്. അത് ഗൈസ് അങ്ങനെ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. മാമയും വന്നേട്ടെ. അതായത് ഈ വീഡിയോ അതിൻ്റെ നല്ല റെഡി ആയിരുന്നു. ജ്യൂസൊക്കെ കുടിച്ച്, മിൽക്ക് കുടിച്ച്. സൂപ്പർ മിൽക്ക് ഷേക്ക് ആയിരുന്നു. അപ്പോൾ ഈ പിടിച്ചപ്പോഴേക്കും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യില്ല. പുതിയൊരു വീഡിയോ. ബൈ.